അങ്ങനത്തെ ഞാനാണെങ്കിൽ എൻ്റെ വീട്ടിൽ വരെ പോവാണ്. അങ്ങനത്തെ പിള്ളേരൊക്കെ ഒരുങ്ങി. ഇവൾമാർ ഇതാട്ടോ ഇടിപ്പിച്ചതേ. കുറച്ച് കഴിയുമ്പം കുറച്ച് ദൂരമുള്ളൂ വീട്ടിലോട്ട് പോകാൻ. പിന്നെ ആണെങ്കിൽ ആലപ്പുഴ വരെ പോകണം എന്നൊരു പ്ലാനുണ്ട്. മഴയാണെങ്കിൽ അതും പോയി. അങ്ങനത്തെ ഞങ്ങൾ വീട്ടിൽ വരെ പോയിട്ട് വരാം. ഇവിടുന്ന് ഞങ്ങൾക്ക് കുറച്ച് ദൂരമുള്ളൂ. പോകുന്നതിൻ്റെ വീഡിയോയൊക്കെ ഞാൻ കാണിക്കാം കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ കാറിലോട്ട് കയറാൻ വേണ്ടി പോവാം. ബാഗൊക്കെ സെറ്റാക്കി വെച്ചു. ചേട്ടായി ഇവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പോവാം കേട്ടോ. എവിടെ പോവാ? ബായ് പറ. ഞങ്ങൾ വീട്ടിലോട്ട് പോവാം കേട്ടോ. ഇപ്പം റേഷൻ കട അടച്ചിട്ടേക്കോ. രാവിലെ അച്ഛൻ റേഷൻ കടയ്ക്ക് പോയതാണ്, പക്ഷെ തുറന്നില്ല. അച്ഛനാണെങ്കിൽ ഇവിടെ മിനി ആൻറ്റിയുടെ കടയിൽ നിൽപ്പുണ്ട് കേട്ടോ. ചിലപ്പോൾ 11-12 മണിയൊക്കെ ആകുമ്പോൾ തുറക്കുമായിരിക്കും. എവിടെയെങ്കിലും പോയതായിരിക്കും. ഇപ്പം ഞങ്ങളിപ്പം വെല്ലുകാവിയിൽ നിന്ന് വട്ടാറയം കൂടിയാണ് പോകുന്നത്. അതോ ഇതില്ലേ ഈ വെല്ലുകാവ് അല്ല സ്ഥലത്ത് കൂടിയോ? എന്നാൽ അതിൽ കൊടുക്കാം. ഇപ്പം ഞങ്ങളിപ്പം പോകുന്നത് മന്നവരുതിയിൽ കടയിൽ പോകട്ടോ. ഇവൾമാർക്ക് നെയ്റ്റിക്കിടാൻ. അഥവാ ഞങ്ങൾ ആലപ്പുഴ ബീച്ചിൽ പോവുകയാണെങ്കിൽ ഇവൾമാർക്ക് മാറിയിടാൻ ഡ്രസ്സില്ല. ഡ്രസ്സ് ഉണ്ടായിരുന്നു. ഇന്നലെ വീട്ടിൽ പോകണം എന്നൊരു പ്ലാൻ ഇട്ടപ്പോൾ ഉള്ള തുണി മുഴുവൻ അലക്കിയിട്ടു. ഇവിടെ മഴ ആയതുകൊണ്ട് കുറച്ച് ദിവസം അലക്കിയില്ലായിരുന്നു. അതുകൊണ്ട് അലക്കെല്ലാം കഴിഞ്ഞ് പോകാമെന്ന് വിചാരിച്ചു. പക്ഷെ മഴയായിരുന്നു കേട്ടോ. ഇപ്പം ഞങ്ങൾ ഇന്ന് അലക്കിയില്ല. കുറച്ച് ബക്കറ്റ് എടുത്ത് വെച്ചിട്ടു. നാളെ ഞങ്ങൾ വരും. നാളെ ചേട്ടായിക്കാണെങ്കിൽ ഒരു ഓട്ടം. അപ്പം നാളെ രാവിലെ വരും. അത് മാത്രമല്ല നാളെ അംഗൻവാടിയിൽ നമ്മുടെ അംഗൻവാടിയിൽ ഒരു പരിപാടിയുണ്ട്. നാളെ എന്താ തുമ്പി അംഗൻവാടിയിൽ? നാളെ എന്തോ അംഗൻവാടിയിൽ ചോറുണ്ട്. നാളെ അംഗൻവാടിയിലത്തെ പരിപാടി ഉണ്ട്. അപ്പം അതിൻ്റെ വീഡിയോയും ഫോട്ടോസൊക്കെ ഇടാം കേട്ടോ. ഇപ്പം ഞങ്ങളത് നേരെ മന്നരുതി പോന്നു. മന്നരുതി പോയി ഇവിടെമാർക്ക് 2-3 ഡ്രസ്സ് എടുക്കണം. പിന്നെ തുമ്പിക്കാണെങ്കിൽ ഒരു ചെരുപ്പ് എടുക്കണം. ഇവളാണെങ്കിൽ ചിറ്റയാണെങ്കിൽ ഒരു ചെരുപ്പ് വാങ്ങിയത്. ആ ചെരുപ്പ് മാത്രമേ ഇട്ടുകൊണ്ട് കൊടുത്തുള്ളൂ. നല്ല ചെരുപ്പ് കൊടുത്തില്ല. അതുകൊണ്ട് ഞാൻ വാങ്ങിക്കൊടുത്ത് നല്ല ചെരുപ്പാണെങ്കിൽ ചെറുതായി അവൾ ഇടത്തില്ല. അത് വലിയുണ്ട്. അതുകൊണ്ട് അവൾക്ക് ഇപ്പം ചിറ്റ കൊടുത്ത ചെരുപ്പ് മാത്രമേ എടുത്തുള്ളൂ. ഇന്നലെ ആണെങ്കിൽ കുഞ്ഞിപ്പെണ്ണിനൊരു ചെരുപ്പ് വാങ്ങിയപ്പോൾ ഇപ്പം ഭയങ്കര വഴക്കാണ്. അപ്പോൾ ഞങ്ങൾ ചെരുപ്പും വാങ്ങണം, ഡ്രസ്സും വാങ്ങണം. നേരെ മന്നരുതിക്ക് പോവാം. ഞങ്ങളുടെ വെല്ലുകാവിൽ കൂടെ പോകുന്ന ഒരു ബസ്സാട്ടോ ഇത് പോകുന്നത് കേട്ടോ. പക്ഷെ റോഡെല്ലാം പോയി കണ്ടില്ലേ. ഇത്തെ ബർത്ത്ഡേക്കാരിയാണ് കണ്ടു. ഞങ്ങളാണെങ്കിൽ ഇതേ കവലയിലോട്ട് പോവാട്ടോ. ഇത് ഇവിടുത്തെ ചെയിൻ ഫാമിലിത്തെ വണ്ടിയാട്ടോ. ഞങ്ങളുടെ മുന്നിലാണെങ്കിൽ ഇതേ ഈ വണ്ടി വണ്ടി പോകുന്നു. അങ്ങനെ ഞങ്ങളാണെങ്കിൽ നേരെ ഇനി മന്നരുതി കവലിലോട്ട് പോവാട്ടോ. എനിക്കാണെങ്കിൽ ഒരു ഫോൺ കവർ വാങ്ങണം എന്നുണ്ട്. എൻ്റെ ഫോൺ കവർ കണ്ടില്ലേ. ആണെങ്കിൽ നല്ല കാലാവസ്ഥയാണ്, പക്ഷേ വെയിലും ഉണ്ട് മഴക്കാറും ഉണ്ട് കേട്ടോ. മന്നരുതി വന്നു. അങ്ങനെ ഇനി നേരെ ഞങ്ങളിനി കടയിലോട്ട് പോവാം. എത്തി. ഈ കടയിലാട്ടോ കയറാൻ വേണ്ടി പോകുന്നത്. ഞാൻ ഡ്രസ്സൊക്കെ എടുത്തു കേട്ടോ. ടീഷർട്ടും 2 നെയ്റ്റിക്ക് ഇടുന്നതാണ് വാങ്ങിയത്. അഥവാ ആലപ്പുഴയിൽ പോവുകയാണെങ്കിൽ ഇവൾമാർക്ക് മാറാൻ ഡ്രസ്സൊന്നുമില്ല. ഉള്ളതാണെങ്കിൽ അലക്കി കിട്ടും. ഇപ്പം റാന്നിയിലേക്ക് പോവാം. തുമ്പിക്കാണെങ്കിൽ ചെരുപ്പ് വാങ്ങണം. അങ്ങനെ മന്നകൃതിയിൽ നിന്ന് ഞങ്ങളിപ്പോൾ ചെല്ലക്കാട് റൂട്ടിലോട്ട് പോവാട്ടോ. ഒരു ഫ്രണ്ട്സ് അങ്ങനെ റാന്നിക്ക് പോകുന്നില്ല. ചെരുപ്പ് ആലപ്പുഴയിൽ പോകുന്ന അതിൽ കൂടെ റൂട്ടിൽ കൂടെ പോവുകയാണെങ്കിൽ അവിടുന്ന് വാങ്ങാമെന്ന് പറഞ്ഞു. അവിടുന്ന് ഇച്ചിരി നല്ല ക്വാളിറ്റിയിലുള്ള ചെരുപ്പൊക്കെ കാണുമല്ലോ. അതപ്പോൾ അവിടുന്ന് പോയി വാങ്ങാമെന്ന് വിചാരിച്ചു. ഞങ്ങളിപ്പം തിരിച്ചങ്ങ് പോവുക. റാണി വരെ പോയില്ല, ചെലക്കാട് വരെ പോയില്ല, പകുതി ദൂരെ പോയുള്ളൂ. ഇപ്പോൾ ഞങ്ങളിതേ തിരിച്ച് എൻ്റെ വീട്ടിലോട്ട് പോകണം. ഇവിടെ കുറച്ച് ദൂരമുണ്ട്. എനിക്ക് ആഗ്രഹം വലിയ സ്ഥലങ്ങളിൽ പോയി ഒരാളെ കല്യാണം കഴിക്കണമായിരുന്നു. പക്ഷെ ആഗ്രഹം ാണ് ചേട്ടായിയുടെ അനിയത്തിനെ കെട്ടിച്ച് വിട്ടേക്കുന്നത്. എവിടെയായിട്ടാ? ഈ പാലക്കാട് ഒറ്റപ്പാലോ
ഒറ്റപ്പാലത്ത് ഞങ്ങൾ കഴിഞ്ഞ ദിവസമല്ല ചേച്ചീനെ കല്യാണം കഴിപ്പിച്ച് പിറ്റേ ദിവസം ഞങ്ങള് ചെറുക്കൻ്റെ വീട്ടിലോട്ട് പോകുമായിരുന്നു. എന്നപ്പോഴേ എനിക്ക് മതിയായി ലോങ് പോകുന്നത്. എനിക്ക് ഭയങ്കര മടുപ്പ്, ഇത്രയും ദൂരം പോകണ്ടേ. പിന്നെ അന്ന് പോയിട്ട് പിന്നെ എത്ര വർഷം കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ പോയത്? 5-6 വർഷം കഴിഞ്ഞില്ലേ? 4 ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ട് 2-3 അല്ലേ? എന്തുവാ 2-3 വർഷമായി ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ട്. അന്നപ്പം ചേട്ടായാണെങ്കിൽ ദുബായിക്ക് പോയി. ചേട്ടൻ 2 വർഷം കഴിഞ്ഞ് വന്ന് ഒരുമിച്ച് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇരിക്കുമായിരുന്നു. എന്നപ്പം ഈ മാസം തന്നെ ഞങ്ങൾ ചേട്ട വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ തൃശ്ശൂരിൽ ഒരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ചേച്ചിനെയും കണ്ടിട്ട് പാലക്കാടും കയറിയിട്ട് വരാമെന്ന് വിചാരിച്ച് പിറ്റേ ദിവസം ഞങ്ങളങ്ങ് ഇറങ്ങി കഴിഞ്ഞിട്ടാണെങ്കിൽ എനിക്ക് സത്യം ഞാൻ റാന്നി കഴിഞ്ഞ ഒരു കുഴപ്പമില്ല. എറണാകുളം കഴിഞ്ഞ ശേഷം എനിക്ക് ഭയങ്കര മടുപ്പാണ്. എനിക്ക് എങ്ങനെയെങ്കിലും ഒരു വീട്ടിൽ അവിടെ ഒന്ന് ചെന്നാൽ മതി എന്നായിരുന്നു. ഞാൻ ഉറക്കം തൂങ്ങിപ്പോയിരുന്നു. പിള്ളേർ നല്ല ഉറക്കമായിരുന്നു. പിള്ളേർ ഉറങ്ങുന്ന കണ്ട് ഞാനും അങ്ങ് ഉറങ്ങിപ്പോയി. പിന്നെ ആണെങ്കിൽ ചേച്ചിയുടെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു, രാഹുലേട്ടനാണെങ്കിൽ എറണാകുളത്ത്. ചേച്ചിയോട് പറഞ്ഞൊന്നുമില്ല. അയ്യോ ഒരു കോൾ ഗായ്സ്. അങ്ങനെ എനിക്കൊരു കോള് വന്നായിരുന്നു. അനീത്തിയുടെ ഹസ്ബൻഡ് വിളിച്ചായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചാ ആലപ്പുഴയ്ക്ക് പോകുന്നത്. അപ്പം ഞാൻ എവിടെ പറഞ്ഞു നിർത്തിയത് അവിടെ ചേട്ടായി? ചേച്ചിയുടെ പേര് അശ്വതി, ചേട്ടൻ്റെ പേര് രാഹുൽ എന്നാണ്. ചേട്ടനാണെങ്കിൽ എറണാകുളത്ത് വർക്ക് ചെയ്യുന്നത്. അന്നപ്പോൾ അവിടുന്ന് ചേട്ടൻ ഞങ്ങൾ കൊണ്ടുവന്ന കേട്ടോ. അവിടുന്ന് ചേട്ടായിനെ പിക്ക് ചെയ്ത് നേരെ ഒറ്റപ്പാലത്തോട്ട് പോയിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര മടുപ്പായിരുന്നു. ഞാൻ എന്നിട്ട് അമലേട്ടയോട് പറഞ്ഞ് ചേച്ചീനെ സീതത്തോടിൽ വല്ലതും കിട്ടിയാൽ മതിയായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങ് ഇരുന്നി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 
പറഞ്ഞായിരുന്നു. എന്നാ ഒരു മടുപ്പാണോ എൻ്റെ ദൈവമേ. ഇനിയാണെങ്കിൽ പാലക്കാടാണെങ്കിൽ ഒരു ഫോട്ടോഷൂട്ട് വരുന്നുണ്ട്, എനിക്കറിയത്തില്ല. ഇപ്പം ആണെങ്കിൽ ഞങ്ങള് പൊന്നമ്പഴ വനത്തിലാട്ടോ. പിന്നെ ഞാനിവിടെ വന്ന് പൊന്നമ്പഴ വനമൊക്കെ കാണിക്കാം. ഇപ്പം കാണിക്കാനുള്ള സമയമൊന്നുമില്ല, ക്ലിയർ അല്ല. വണ്ടിയില്ല, കാറില്ല പോകുന്നത്. എന്നപ്പം വണ്ടിയിൽ നിന്ന് പോകുമ്പോൾ ആ രസമൊക്കെ അങ്ങ് പോകും. കാണിക്കുവാണെങ്കിൽ ഒരു ദിവസം ഇവിടെ വന്ന് ഇതിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് കാണിക്കാം കേട്ടോ. ഞാൻ വരും, ഞാൻ ചേട്ടായും കൊണ്ട് വരും കേട്ടോ. ചേട്ടായിക്ക് ഭയങ്കര മടിയാണ് വീഡിയോ എടുക്കുക. ഇതാട്ടോ പൊന്നമ്പഴ വനവേ, ചുറ്റിനും വനമാട്ടോ. പക്ഷെ ഇങ്ങനെ പോയാൽ ഒന്നും അറിയത്തില്ല. ഇത് കാറിൻ്റെ അകത്തുനിന്ന് ഇറങ്ങി നടന്ന് പോകുന്നു. ഇങ്ങനെ കണ്ട രസം ഒന്നും തോന്നത്തില്ല. ഇത് ഒരു ദിവസം ആട്ടെ ഞാനിവിടെ വന്ന് ഇതെല്ലാം ഒന്ന് കാണിച്ചു തരുന്നു നിങ്ങൾക്ക് കേട്ടോ. ആണെങ്കിൽ ആലപ്പുഴയിൽ പോകുന്ന ഒരു റൂട്ട് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ചേട്ടാ പോയിട്ടൊന്നുമില്ല. ഇന്ന് ഞങ്ങൾ വീട്ടിൽ പോയിട്ട് നാളെ തന്നെ വരും. നാളെ ചേട്ടാക്കാണെങ്കിൽ ഒരു ഓട്ടം ഉണ്ട്. പിന്നെ ആണെങ്കിൽ അംഗൻവാടിയിൽ ഒരു പരിപാടിയുണ്ട്, അതിന് ഞങ്ങൾക്ക് പോകണം. അതുകൊണ്ട് ഞങ്ങൾ നാളെ തന്നെ വരും. അതല്ലാതെ ഞങ്ങൾ പിന്നീട് അടുത്ത മാസം ഞങ്ങൾ വരുന്നുണ്ട്. എന്നിട്ട് ചേട്ടയും കൂട്ടിയിട്ട് അവിടെ പോകുന്നുണ്ട്. എന്നപ്പോൾ അവിടെ പോകുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഇട്ട് വരുന്നത് കൊണ്ടുപോകും എന്നൊരു പ്രതീക്ഷ ഉണ്ട്. അങ്ങനെ ദേ എൻ്റെ നാടെത്താനായി കേട്ടോ. ഇതുകൊണ്ട് പൊന്നമ്പഴ കവലയാണ്. മഴക്കാരൊക്കെ ഉണ്ട്. ഇന്നാണെങ്കിൽ വീട്ടിൽ അമ്മയാണെങ്കിൽ വർക്കിന് പോയി. പപ്പായും അനിയനും കാണാം. അനിയനും ഒന്ന് ഉച്ച വരെ ഉള്ളു പരീക്ഷ. ഇപ്പോൾ 10ാം ക്ലാസ്സിലല്ല, ഇപ്പോൾ ഓണപ്പരീക്ഷയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അവൻ ആ വീട്ടിലുണ്ട്. ചിലപ്പോൾ ഇനി ഒക്കുവാണെങ്കിൽ അനിയത്തിയുടെ വീട്ടിലും കയറിയിട്ടൊന്ന് പോകണമെന്നുണ്ട്. പക്ഷെ സമയമില്ല. ഇനി വീട്ടിൽ ചെന്നിട്ട് എൻ്റെ വീട്ടിൽ ചെന്നിട്ട് വേണം ഡ്രസ്സ് മാറണം, ഒരുങ്ങാനൊന്നുമില്ല. പൊട്ട് തൊട്ട് കണ്ണ് വിടുതി കുട്ടിക്കിട്ട്. പിന്നെ ആണെങ്കിലും കുരുവൊക്കെ വരുന്നുണ്ട് കേട്ടോ. കമ്മലൊക്കെ ഊരി വെക്കണം എന്നൊക്കെ വിചാരിച്ചു. എനിക്കാണെങ്കിൽ കമ്മലെടുത്ത് ഭയങ്കര ഇഷ്ടമേ ഇല്ല, അഴിക്കാം. പക്ഷെ ചേട്ടായിക്കാണെങ്കിൽ കമ്മലിടുന്നത് ഇഷ്ടം. കരിമനക്കുളം എത്തി കേട്ടോ. ഇവിടുത്തെ മന്തിയാണ് ഭയങ്കര സൂപ്പറാട്ടോ, നല്ല ടേസ്റ്റ് ഉള്ളത്. പൂളാണ് ഇത്, കണ്ടില്ലേ?
കാറിൽ ഇരിക്കുന്നതുകൊണ്ട് ഇതൊന്നും ചോപ്പയൊന്നും കാണിക്കാൻ പറ്റുന്നില്ല. ഗായ്സ്, എൻ്റെ മുടി വെട്ടി കേട്ടോ. ഞാനാണെങ്കിൽ യൂട്യൂബിൽ ഇട്ടേക്കാം, ഞാൻ റിയലി ഇട്ടേക്കാവേ. ഞാൻ ചേട്ടായും കൊണ്ട് ഇച്ചിരി വീഡിയോ എടുത്തിട്ടുണ്ട്. എൻ്റെ മുടിയുടെ അറ്റം ഒന്ന് വെട്ടി. കുറേ പേര് പറഞ്ഞു മുടി ഒത്തിരി വളർത്തല് ദോഷമാണ്. അങ്ങനെയാണോ? ഞാനിത് ചേട്ടോട് വന്നപ്പോൾ ചേട്ടൻ പറഞ്ഞു എല്ലാവർക്കും കണ്ണുകടിയാ, അതുകൊണ്ട് അങ്ങനെയൊക്കെ പറയുന്നത്. വീട്ടിൽ ചെല്ലുമ്പോൾ അറിയാം, പപ്പയ്ക്കാണെങ്കിൽ ഇഷ്ടമേ അല്ല മുടി വെട്ടുന്നത്. എന്താവോ എന്തോ. എൻ്റെ അനിയത്തിക്ക് എനിക്ക് ആദ്യം മുടിയൊന്നും അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ 10ാം ക്ലാസ് വെച്ചാ ഫാഷൻ ഡിസൈനിങ് പഠിച്ചപ്പോഴാ എൻ്റെ മുടി ഞാൻ ആദ്യമായിട്ട് വെട്ടി. അതിപ്പോൾ ചേട്ടൻ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ചേട്ടനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു. അന്നപ്പോൾ ആ ടൈമിലാണ് ഞാൻ മുടി വെട്ടിയത് കേട്ടോ. അതിന്റെ കഥ ഞാൻ പിന്നെ പറഞ്ഞുതരാവേ. അതിന് ചെറിയ കഥ എനിക്കുണ്ട്. പിന്നെ ആണെങ്കിൽ ഞാൻ പേടിച്ച് ആ ഒരു മാസം ഞാൻ മുടി അയച്ച് ഇട്ടിട്ടില്ല വീട്ടിൽ കൂടെ. അന്നപ്പം ഞാൻ കല്യാണം ഒന്നും കഴിച്ചിട്ടൊന്നും ഇല്ലല്ലോ. അന്നപ്പം മുടി വെട്ടി, അന്ന് ഫാഷൻ ഡിസൈൻ പഠിച്ച് മുടിയെല്ലാം വെട്ടി പകുതി മുക്കാലും വെട്ടും. പകുതി മുക്കാലും ഇത്ര ഈ ഷോളറിന്റെ അത്രയും ഉണ്ട്. ഈ ഇത്രയെങ്കിലും കാണുമല്ലോ ഏട്ടായി. ഈ കൈയുടെ ഈ ബ്ലൗസ് ഉണ്ടോ, ബ്ലൗസിന്റെ ഒക്കെ അവിടെ അത്രേ ഉള്ളൂ. നീളമുള്ള മുടിയാണ്. ഞാൻ പണ്ടത്തെ മുടിയുടെ ഫോട്ടോ ഒക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ചേട്ടനായി കാണുമായിരിക്കും. അന്നപ്പം ഇതുപോലെ ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് ക്ലാസ്സെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് മുടിയെല്ലാം വെട്ടി. മുടി ഇങ്ങനെ ഞങ്ങൾക്ക് മുടി അയച്ചിടാൻ പറ്റത്തില്ല. ഇങ്ങനെ കെട്ടി വെക്കണം, മടക്കി കെട്ടി പുറകിൽ ഇങ്ങനെ കെട്ടി വെക്കണം. എന്നപ്പോൾ ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഒരു മാസം ഞാൻ ഇങ്ങനെ നടക്കുക, കെട്ടി നടക്കുക. എന്നപ്പോൾ വീട്ടിൽ പറഞ്ഞു മുടി ഞാൻ അയച്ചിടാത്ത, എന്തിനാ കെട്ടി വെച്ച് നടക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നമായിരുന്നു. എന്നിട്ട് മുടി ഞാൻ അയച്ച് നമ്മളെന്തിനാ അങ്ങോട്ട് പോന്നേ, അങ്ങോട്ടല്ലേ വീട്ടിൽ പോന്നേ. അന്നപ്പം ഈ മുടിയാണ് കെട്ടി അങ്ങ് വെച്ചേക്കുവാ ഞാൻ. പപ്പയാണെങ്കിൽ പപ്പയ്ക്ക് എന്തൊരു സംശയം തോന്നിയിട്ട് പപ്പയായി എന്നെ മുടി അങ്ങ് അയച്ചു. പപ്പ ഇത് കണ്ട് പപ്പ എന്നെ വഴക്ക് പറഞ്ഞു. അതിന് മുമ്പ് വേറൊരു സംഭവമൊക്കെ നടന്നിട്ടുണ്ട്, ഞാൻ പറയാവേ. എന്നിട്ട് വീട്ടിൽ ചെന്ന് പാപ്പ പറഞ്ഞു ഇത് എന്നാ പണിയാ ചെയ്തതെന്ന് പറഞ്ഞ് അങ്ങോട്ട് ഇങ്ങനെ എന്നെ അങ്ങ് ചട്ടും പൊട്ടും അങ്ങ് പറയുക. വഴക്കും പറഞ്ഞ് സ്കൂളിൽ വരുന്നുണ്ട്, ഇതിനാണോ സ്കൂളിൽ പഠിപ്പിക്കാൻ വേണ്ടി വിടുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ടീച്ചർമാരെ കാണുന്നുണ്ട്. പിന്നെ ഞാൻ ഒരാഴ്ച സ്കൂളിൽ പോയില്ല, പപ്പ വരുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയില്ല. പിന്നെ ആണെങ്കിൽ എങ്ങനെയോ പപ്പനെ ഞാൻ എങ്ങനെയോ സമാധാനപ്പെടുത്തിയെന്ന് പറഞ്ഞു. പിന്നെ ചേട്ടായിക്കായിരുന്നു പ്രശ്നം, പപ്പയും ചേട്ടായിക്കുമായിരുന്നു പ്രശ്നം. ചേട്ടനാണെങ്കിൽ എന്തുമായിരുന്നു ചേട്ടായി ആദ്യം പറഞ്ഞത്, ചേട്ടനെ അടിച്ച് റാന്നി എവിടെ വെച്ചാൽ റാന്നി ആശുപത്രി ഉണ്ട് ഞങ്ങളുടെ അടുത്ത് തന്നെ. അന്നപ്പം ചേട്ടൻ്റെ കൂട്ടുകാരനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു എന്നെ അടിച്ചത്. എൻ്റെ ചോക്കോല് നോക്കി ഒറ്റടിയായിരുന്നു അല്ലേ ചേട്ടായി. പിന്നെ ഞാൻ മുടി വെട്ടിയിട്ടുമില്ല. പിന്നെ ഒരു പ്രാവശ്യം വെട്ടിയായിരുന്നു ചേട്ടായുടെ കല്യാണം കഴിഞ്ഞ് വന്ന് വീട്ടിൽ ഒരു പ്രാവശ്യം എൻ്റെ മുടിയുടെ അറ്റം ഒന്ന് വെട്ടിയായിരുന്നു. അതല്ലാതെ പിന്നെ ഇപ്പോഴാണ് മുടിയുടെ അറ്റം വെട്ടിയത്. പിന്നെ അന്ന് ഫാഷൻ ഡിസൈനിൽ മുടി വെട്ടിയത് അന്ന് തൊട്ട് പിന്നെ ഒരു നേരെ ചൊവ്വ മുടി വളർന്നിട്ടുമില്ല, ഉള്ളും വെച്ചിട്ടില്ല, ഒന്നുമില്ല. ഈ കോഴിവാലൊക്കെ കിടക്കുന്ന പോലെ അങ്ങ് കിടക്കുക. ഈ പൂച്ചവാലൊക്കെ കണ്ടിട്ടില്ലേ ചെടി, അതുപോലെ അങ്ങ് കിടക്കും. ഇങ്ങനെ നീളമുണ്ട്, ഉള്ളില്ല, പക്ഷെ ഒരു രസവും ഇല്ല. പണ്ടൊക്കെയാണ് നല്ല രസമായിരുന്നു കാണാൻ. ചേട്ടാ എൻ്റെ മുടി കണ്ട് സ്നേഹിച്ചെന്നാണ് അല്ലേ ചേട്ടായി, അല്ലേ അവലേട്ടാ? ഞാൻ കുറേ നടന്നിട്ടില്ല ഗായ്സ്. ചേട്ടായാണ് ചേട്ടായാണ് കല്യാണത്തിൽ വെച്ച് എന്നെ വളച്ചെടുത്തത്. ഞങ്ങളൊരു വീഡിയോ ഇടാവേ. ചേട്ടാ ഇത് പറയുമോ ഇല്ലോന്നാ, ചേട്ടാക്ക് ഓർമ്മയുണ്ടോ ഇല്ലോന്നൊക്കെ ചോദിക്കാറുണ്ടോ. ഞങ്ങൾ അതിൻ്റെ ഞങ്ങളുടെ ലവ് സ്റ്റോറി ഞാൻ ഒന്ന് ഇട്ടിട്ടുണ്ട്. ചേട്ടാക്ക് ഓർമ്മയുണ്ടോ ഇല്ലോ നമുക്ക് പരിശോധിച്ച് നോക്കാം. ഇപ്പം ഞങ്ങൾ മണിമല വരെ വന്നതാണ്. പപ്പയ്ക്കാണെങ്കിൽ ഒരു സാധനം വാങ്ങണം. പപ്പ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പം അത് എടുക്കാൻ വേണ്ടി ഞങ്ങൾ വാങ്ങാൻ വേണ്ടി പോവാം. ഇനി അതും വാങ്ങിയിട്ട് വേണം വീട്ടിൽ ചെന്ന് കുറച്ച് നേരം ഇരുന്ന്. ആലപ്പുഴയിൽ എപ്പോൾ പോകുന്നു എനിക്കറിയത്തില്ല, എപ്പോൾ തിരിച്ചു വരും എന്നും എനിക്കൊന്നും അറിയത്തില്ല. എന്തായാലും ഒരു 2-3 കുടയും എടുക്കണം. മഴ പെയ്യുമോന്നൊരു പേടിയുണ്ട്. അങ്ങനെ മണിമല സ്റ്റാൻഡ് വന്നു കേട്ടോ. കണ്ടോ ഒരു ആന വരുന്നത് കേട്ടോ. ആന പിള്ളേർക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ആനേനെ കേട്ടോ.
ഇതാട്ടെ എൻ്റെ അനിയൻ പഠിക്കുന്ന സ്കൂള് സെൻറ്റ് ജോർജ്, വലിയ സ്കൂളാണ്. വേറെ ഓണപ്പരിപാടിയൊക്കെ ഉണ്ട്. അനിയൻ വിളിച്ചിട്ടുണ്ട്, പക്ഷെ എങ്ങനെ പോകാനാ, കുഞ്ഞുങ്ങളൊക്കെ ഇല്ല. കുഞ്ഞുങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഞാനും പോയായിരുന്നു കേട്ടോ. ഓണപ്പരിപാടിക്കൊക്കെ പോയിട്ട് കാലം പറഞ്ഞു. ചേട്ടായി ആണെങ്കിൽ സാധനം വാങ്ങാൻ വേണ്ടി പോയിട്ട്, ഞങ്ങളാണെങ്കിൽ ഇവിടെ ഇരിക്കുക. തുമ്പിയാണ് പുറയിൽ ഇരിക്കുന്ന, കുഞ്ഞിപ്പണ്ണ മടി ഇരിക്കുക കേട്ടോ. സീറ്റ് ബെൽറ്റ് ഊരിയൊന്നുമില്ല. കാറാണെങ്കിൽ ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് പോയിരിക്കുന്നത്. പിന്നെ ആണെങ്കിൽ എപ്പോഴും ഇറങ്ങുമ്പോഴും കയറുമ്പോൾ സീറ്റ് ബെൽറ്റ് ഇടണമല്ലോ. അതിൻ്റെ എനിക്ക് ഊരാനും എടുക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അന്നപ്പോൾ ചേട്ടായാണെങ്കിൽ പോയി, ഞാനും പിള്ളേരും കാറിൽ ഇരിക്കുന്നു. പിന്നാണ് എനിക്കൊരു വിഷമകരമായ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ഇപ്പം എൻ്റെ യൂട്യൂബിൽ വാച്ച് അവറും വ്യൂസും മുഴുവനും പോയി. കാരണം എന്തെന്ന് പറഞ്ഞാൽ അത് എൻ്റെ കയ്യിൽ പറ്റിയ ഒരു തെറ്റാട്ടോ. സ്ഥിരമായിട്ട് ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നായിരുന്നു. പക്ഷേ ചേട്ടായി വന്ന ശേഷം എനിക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. എന്നു പറഞ്ഞാൽ കുറച്ച് തിരക്കും കാര്യങ്ങളുമായിട്ട് അങ്ങ് പോയി. പിന്നെ കുറച്ച് യാത്രയും കാര്യങ്ങളുമായിരുന്നു. അതുകൊണ്ട് വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ അത് ഇടാനുള്ള സമയവും ഒന്നും എനിക്ക് കിട്ടുന്നില്ലായിരുന്നു. ഇപ്പോഴും കിട്ടുന്നില്ല. പക്ഷെ എന്നാലും എന്നെ ഒക്കുന്ന പോലെ ഞാനെല്ലാം സെറ്റാക്കി വെക്കുന്നുണ്ട്. പിന്നാണെങ്കിൽ എൻ്റെ വാച്ച് അവർ വ്യൂസ് അത് മുഴുവനും പോയി. ഇപ്പം എല്ലാം ഒന്നുകൂടി സ്റ്റാർട്ട് ചെയ്താലേ ശരിയാവത്തുള്ളൂ. സ്ഥിരമായിട്ട് വീഡിയോസ് ഇടാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു തെറ്റാട്ടോ. അത് എൻ്റെ കയ്യിൽ വന്നൊരു തെറ്റാട്ടോ. പിന്നെ ഞാൻ എന്തായാലും എല്ലാ ദിവസവും ഇടും. എനിക്കറിയത്തില്ല ഇനി എന്താവോ ഇല്ലോ എനിക്കത്. സത്യം എനിക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ. വീഡിയോസൊക്കെ ഇനി എഡിറ്റ് ചെയ്യാനുണ്ട്. 2-3 ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നാണ് കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളും ഉണ്ട്. പിന്നാണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ഇവളുമാർ വഴക്കാട്ടോ. എനിക്ക് പറയാനുള്ള അങ്ങനെയൊന്നും കാണിക്കില്ല, അങ്ങനെയൊന്നും കാണിക്കില്ല. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള തുടക്കക്കാരോടാ കേട്ടോ, യൂട്യൂബ് ചാനൽ തുടങ്ങിയ തുടക്കക്കാരോടാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോസ് അങ്ങ് ഇട്ടുകൊണ്ടിരിക്കണം. ഇട്ടില്ലെങ്കിൽ നമ്മുടെ വാച്ചറും വ്യൂസും എല്ലാം അങ്ങ് പോകും. പിന്നെ യൂട്യൂബ് നമ്മൾ എല്ലാ ദിവസവും വീഡിയോസ് ഇടുവാണെങ്കിൽ യൂട്യൂബ് തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. വാച്ചർ കൂട്ടാനും സബ്സ്ക്രൈബർ കയറാനും ഒക്കെ നമുക്ക് മെമ്പേഴ്സിനെ ഇഷ്ടം പോലെ അവർ യൂട്യൂബറുകാർ തന്നെ നമുക്ക് ഇങ്ങോട്ട് തന്നെ കിട്ടും കേട്ടോ. ഇപ്പോൾ 2 വീഡിയോസ് ഇട്ടാൽ എനിക്ക് 2-3 മെമ്പേഴ്സ് എൻ്റെ അക്കൗണ്ടിലോട്ട് കയറും. ഇപ്പോൾ യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കിയാൽ മതി പെട്ടെന്ന് എങ്ങനെ വാച്ചർ കൂട്ടാം. ഞാൻ അങ്ങനെ കേട്ടോ, എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷേ ഒരു ദിവസം 5 വീഡിയോസ് ഇടണമെന്നാണ് യൂട്യൂബിൽ ഇങ്ങനെ പറഞ്ഞേക്കുന്നത്. ഒരു ദിവസം ലോങ് ആണെങ്കിൽ ഭയങ്കര കഷ്ടമാണ്. എന്നു പറഞ്ഞാൽ ഒരു ദിവസം 5 എണ്ണമൊക്കെ എന്ന് പറയുമ്പോൾ ഭയങ്കര കഷ്ടമാണ്. പിന്നെ ഷോർട്ട്സ് വീഡിയോ ഒക്കെ ആണെങ്കിൽ ഒരു ദിവസം നമുക്ക് 5-6 എത്ര വേണമെങ്കിലും ഇടാൻ കിട്ടും. അങ്ങനെ സത്യം എനിക്ക് നല്ല വിഷമമുണ്ട്. ഞാനൊരു പകുതി മുക്കാലം ഞാൻ വ്യൂസും വാച്ചവറെല്ലാം ആക്കി വെച്ചത്. ഇപ്പോൾ ആണെങ്കിൽ കുറഞ്ഞാട്ടോ വരുന്നത്. പക്ഷെ കുഴപ്പമില്ല, ഞാൻ നല്ല രീതിയിൽ മുന്നോട്ട് പോകും. എൻ്റെ വാച്ചവർ എനിക്ക് സത്യം നല്ല വിഷമമൊക്കെ ഉണ്ട് കേട്ടോ. വാച്ചവറും വ്യൂസും പെട്ടെന്ന് കയറണമെങ്കിൽ വീഡിയോസ് ഇട്ടേ പറ്റും. ചേട്ടായി വന്നു കേട്ടോ. ഇനി നേരെ ഞങ്ങൾ കരിക്കട്ടൂർ എൻ്റെ വീട്ടിലോട്ട് പോകും. ചേട്ടയുടെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലോട്ട് വരാൻ കുറച്ച് മതി കേട്ടോ. കുറുക്ക് വഴി ചാടി വരാനാണെങ്കിൽ പെട്ടെന്ന് വരും. വനം ചാടി വരാൻ വനത്തിൽ കൂടെ വരുവാണെങ്കിൽ പെട്ടെന്ന് വരും. ഇപ്പം ഞങ്ങൾ തിരിച്ച് എൻ്റെ വീട്ടിലോട്ട് പോവാണ്. ഞാനാണെങ്കിൽ കരിക്കാട്ടൂർക്കാരിയും നേരത്തെ പൊന്നമ്പഴക്കാരിയായിരുന്നു. ഇപ്പം ഞങ്ങൾ പഞ്ചായത്തിൽ നിന്ന് വീട് കിട്ടി. ഇപ്പം ഞങ്ങൾ കരിക്കാട്ടൂർ അവിടെയാണ് താമസിക്കുന്നത്. പാറമടയുടെ ഒക്കെ അവിടെ കേട്ടോ. പണ്ട്
പണ്ട് ചേട്ടൻ എപ്പോഴും പറയും ഞാൻ കാട്ടുവാസിയാണ്. ഞങ്ങള് വനത്തിന്റെ അകത്തൊന്നുമല്ല, പക്ഷെ വനത്തിന്റെ ഒരു ചെറിയൊരു സ്ഥലത്തായിരുന്നു ഞങ്ങൾ താമസിച്ചത്. പൊന്നമ്പുഴ എന്നാട്ടാ പറയുന്നത്. അത്രയും കാലമൊന്നും അല്ല ഞങ്ങൾ താമസിച്ചത് കേട്ടോ. പിന്നെ പിന്നെ ചേട്ടായാണെങ്കിൽ ഒരു റാണിക്കാരൻ കേട്ടോ. മന്നാപരുതി അവിടെ വലിയ കാവ് ആ റൂട്ടൊക്കെയാ ചേട്ടായിയുടെ ഒക്കെ വീട്. അങ്ങനെ മണിമലയിൽ വന്നു. മണിമല ടൗണിൽ നിന്ന് ഞങ്ങളിനി എൻ്റെ വീട്ടിലോട്ട് പോകട്ടോ. അയ്യോ, ഇവിടെ പിന്നെ ക്യാമറയൊന്നും ഇല്ലാത്തതുകൊണ്ടാട്ടോ ഞാൻ കുഞ്ഞിപ്പെണ്ണിനെ ഫ്രണ്ടിൽ ഇരുത്തിയേക്കുന്നത്. ഞങ്ങൾക്ക് ഇനി ഇവിടെ നിന്ന് ഇച്ചി എത്ര കിലോമീറ്റർ ആണ് ഇവിടെ കേട്ടെ? 1-2 കുറച്ചല്ലേ? 4 കുറച്ച് പോയാൽ മതി, പെട്ടെന്നില്ല. ഇനി വീട്ടിൽ ചെന്ന് പെട്ടെന്ന് ഒരുങ്ങിയിട്ട് വേണം പോകാൻ കേട്ടോ. ഈ കരച്ചിലാണെങ്കിൽ ചേട്ടായി ഇതാ കടയിലോട്ട് പോകുന്നതിൻ്റെ കരച്ചിലാട്ടോ. ഇവിടെ ഒരാളൂടെ ഉണ്ട്, എനിക്ക് പുറകെ തിരിക്കാൻ പറ്റുന്നില്ല. വേണ്ട അവൾമാരിങ്ങനെ കേട്ടോ. ചേട്ടാ എവിടെ പോയാലും അങ്ങ് കരച്ചില്ല. ഇപ്പം എന്നെ വേണ്ട അവൾമാർക്ക്. ഒരുത്തിക്കാണ് പാല് കുടിക്കാൻ മാത്രമേ മതി. ചേട്ടാണെങ്കിൽ ചേട്ടായുടെ അളിയന് വേണ്ടി ബേക്കറി കയറിയതാ സാധനം വാങ്ങാൻ വേണ്ടി. ചേട്ടായുടെ അളിയനാണ് 10ാം ക്ലാസ്സിൽ പഠിക്കുന്നുള്ളൂ കേട്ടോ. എൻ്റെ അനിയൻ ഉണ്ണിച്ചനാണ് ചേട്ടായുടെ അളിയൻ. അങ്ങനെ അവനതേ കഴിക്കാൻ വേണ്ടി സാധനം വാങ്ങാൻ വേണ്ടി ബേക്കറി കയറിയതാട്ടോ. ആണെങ്കിൽ കക്ക ചിപ്സ് വാങ്ങിയിട്ടുണ്ട്. ഇവൾമാർക്ക് ഭയങ്കര ഇഷ്ടം ഈ സാധനം. അപ്പോൾ ഇവൾമാർക്കൊന്ന് പൊട്ടിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഒരു സമാധാനം അവൾമാർ തരത്തില്ല. അങ്ങനെ ബേക്കറി കയറി നേരെ ഞങ്ങൾ വീട്ടിലോട്ട് പോകട്ടോ. കുറേ നേരമായി നിങ്ങൾ പറയാൻ തുടങ്ങിയിട്ട് വീട്ടിൽ പോവാം. ഇതുവരെയായിട്ട് ഞങ്ങൾ വീട്ടിൽ ചെന്നിട്ടില്ല. ഇനി എപ്പോൾ ആലപ്പുഴയ്ക്ക് പോകും എന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. സമയമാണെങ്കിൽ ഇപ്പോൾ ഒരു 12 മണി കഴിഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു. തുമ്പിമോളും കുഞ്ഞിപ്പെണ്ണുമാണ് ഇതേ കക്ക ചിപ്സ് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇവളമാർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനമായിട്ട്. എനിക്കിഷ്ടമാണ്, ഇടയ്ക്ക് ഞാനും കഴിക്കും. മണിമല പള്ളി കേട്ടോ. അവിടെ മണിമല പള്ളിയിലത്തെ പെരുന്നാളൊക്കെ വരുന്നുണ്ട്. അത് കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ മണിമല പള്ളിയിലത്തെ പെരുന്നാളിന് എനിക്ക് വ്യാളിയിലൊക്കെ കയറണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നേ. അന്ന് ചേട്ടായി ദുബായിലായിരുന്നു. അപ്പം ഞാനും കുഞ്ഞിപ്പെണ്ണും തുമ്പിയും ആ സമയത്ത് വീട്ടിൽ പോകണം എന്ന് വിചാരിച്ചത്. പക്ഷെ നടന്നില്ല. ഉണ്ണിമോനാണെങ്കിൽ ചിക്കൻ പോക്സ് അത് വന്നു. എനിക്കങ്ങ് വിഷമമായിപ്പോയി. അവനും അങ്ങ് വിഷമമായിപ്പോയി. ഞങ്ങൾ ഒത്തിരി ആഗ്രഹിച്ചതാണ് മണിമല പെരുന്നാളിന് പോകണമെന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ പ്ലാനൊക്കെ ചെയ്തിരുന്നു. പക്ഷെ നടന്നില്ല. ഈ പ്രാവശ്യമെങ്കിലും പോകണം. എന്നിട്ട് ചേട്ടനെ വ്യാളിയിലൊന്ന് കയറ്റാം, കൂടെ എനിക്കും ഒന്ന് കയറണം. അല്ലേ ചേട്ടാ? അല്ലേ ചേട്ടൻ ഒന്നും മിണ്ടത്തില്ല കേട്ടോ. ചേട്ടൻ ഭയങ്കര നാണമാണ്. ചേട്ടയ്ക്ക് സംസാരിക്കാൻ വയ്യതാ ചേട്ടാ പറയാം. ചേട്ടയ്ക്ക് എന്നോട് സംസാരിക്കാം, കൂട്ടുകാരോട് സംസാരിക്കാം, എല്ലാവരോടും സംസാരിക്കാം. പക്ഷെ ക്യാമറയെ നോക്കി സംസാരിക്കാൻ ഭയങ്കര നാണമാണ്. ഒരു ദിവസം ഞാൻ ചേട്ടാനെ കൊണ്ട് ഒരു വ്ലോഗ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അല്ലേ ചേട്ടായും കൂടി ഞാനൊരു വ്ലോഗ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അങ്ങനെ കരിക്കാട്ടൂർ ജംഗ്ഷൻ എത്തി കേട്ടോ. ഞങ്ങളുടെ വീട് എത്താനായി. കുറച്ച് ദൂരോടും പോയാൽ മതി, എത്താനായി. ചേട്ടായിക്കാണെങ്കിൽ മുറുക്കാൻ ഇപ്പൊ ആണെങ്കിൽ മുറുക്കൽ തുടങ്ങിയിട്ടുണ്ട്. എന്റെ തല പേനില്ല ഗായ്സ്, ചുമ്മാ പറയുന്നത്. താരനുണ്ട് കേട്ടോ, നല്ല രീതിയിൽ താരനുണ്ട്. അതൊക്കെ ഞാനിപ്പം ഓരോ പരീക്ഷണങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഒന്നും നടക്കുന്നില്ല. കുഞ്ഞിപ്പെണ്ണ് ഇപ്പൊ പഴയതുപോലൊന്നുമല്ല. ഇപ്പൊ എന്നെ എടുത്താൽ അവൾക്കും വേണം. പിന്നെ തേക്കാനുള്ള സമയവും കിട്ടുന്നില്ല. പിന്നെ ഞങ്ങളുടെ മിക്സി കേടായിരുന്നു കേട്ടോ. ഈ ഇടയിലാണ് ഞങ്ങളുടെ മിക്സി ഒന്ന് ശരിയാക്കിയതാ. ഇനിയൊന്ന് വേണം. ഇനി
ചേട്ടായി ഉണ്ടല്ലോ, ചേട്ടായിയുടെ മുടിയിലൊക്കെ ഇച്ചിരി പരീക്ഷണമൊക്കെ ചെയ്ത് സെറ്റാക്കണം. ചേട്ടാ നിന്ന് തരുമോ ഇല്ലോന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. ഇപ്പം അതേ CCM സ്കൂളിൻ്റെ ഒക്കെ അവിടെയായി. ഇപ്പം ഇനി കുറച്ച് ദൂരോടെ പോയാൽ മതി ഞങ്ങളുടെ വീട്ടിലോട്ട് കേട്ടോ. അങ്ങനെ ഇത് പോകുന്ന വഴിയൊക്കെ കേട്ടോ, കുറേ ഇപ്പുറമൊക്കെ വീടൊക്കെ ഉണ്ട്. പണ്ട് ഞാൻ നടന്ന് അങ്ങോട്ട് നടന്ന് സ്കൂളിലോട്ട് പോകും, ഇങ്ങോട്ട് നടന്ന് വീട്ടിലോട്ടും പോകും. അന്ന് പൊന്നമ്പുഴയിലായിരുന്നു വീട് കേട്ടോ. ഇതിലെ കൂടിയാണ് സ്കൂളിൽ പോകുന്നത്. ഞങ്ങൾക്ക് കുറുക്ക് വഴിയൊക്കെ ഉണ്ട് കേട്ടോ. ഈ വഴി പോയാൽ ഞങ്ങളുടെ വീട്ടിലോട്ട് പോകാം. പണ്ടത്തെ പൊന്നമ്പുഴയിലാണ്. അപ്പം നടന്ന് പോകണം. പിന്നെ ഞാൻ ബസ്സിനൊക്കെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഇവിടെ വന്ന ശേഷമാണ് ബസ്സിനും പോകണ്ട, കല്യാണം കഴിഞ്ഞില്ലേ, പിന്നെ കാറ് ബൈക്ക് അങ്ങനെ കണ്ട ഇവിടേക്ക് ആണെങ്കിൽ വാഴക്കൃഷി. ഇപ്പം പിന്നെ ഇവിടെ കപ്പ കൃഷി ഉണ്ടായിരുന്നു, അതിന്റെ വിളവെല്ലാം തീർന്നു. ഇവിടെ കപ്പ കൃഷിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ കണ്ടത്തിന്റെ ഒക്കെ ഇവിടെ. അതെല്ലാം കഴിഞ്ഞു കേട്ടോ. അതെ ഇപ്പം പുതിയത് ആയി വരുന്നുണ്ട്. ഇപ്പം ഇനി വീട്ടിലോട്ട് പോവാട്ടോ. ഞാൻ ചേട്ടാ ദുബായിലായിരുന്ന സമയത്ത് ഞങ്ങൾ ഇവിടെയൊക്കെ വരും. ഇവിടെ വന്ന് ഫോട്ടോസൊക്കെ എടുക്കും, കുറച്ച് നേരം ഇരിക്കും. അങ്ങനെ ഞങ്ങളുടെ അവിടുത്തെ കുരിശുമൂട് എത്താനായി കേട്ടോ. അതെ ഞങ്ങളുടെ ഫ്രണ്ടിലാണെങ്കിൽ ഒരു കാറ് എങ്ങനെയുണ്ട്, നല്ലതല്ലേ? ആരാന്നോ എന്തോ അതിൻ്റെ പുറകെ പാവയൊക്കെ വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ വാഴക്കൃഷിയായിട്ടോ. ഇതൊക്കെ കണ്ടവായിരുന്നു. ഇങ്ങനത്തെ ഒക്കെ കണ്ടോ, ഇവിടെയൊക്കെ കണ്ടോ ഇതിൻ്റെ പുറകിലൊക്കെ ആണെങ്കിൽ വാഴക്കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുക്കും. പിന്നെ ഇവിടെ ഇതിൽ കൂടെ പോകണമെങ്കിൽ ഒരു തോടുണ്ട്. പിന്നാണെങ്കിൽ കുരിശുമൂട് തോടുണ്ട്. ചേട്ടനെ കളിയാക്കുക ഗായ്സ്. ഇവിടെയും കപ്പ കൃഷി. എവിടെ നോക്കിയാൽ എൻ്റെ നാട്ടിൽ വന്ന് എവിടെ നോക്കിയാലും കപ്പ കൃഷി വാഴക്കൃഷി. പിന്നെ ചക്കയുടെ സീസൺ ആണെങ്കിൽ ഇവിടെ എല്ലാം പ്ലാവാട്ടോ. ഇവിടെ എല്ലാം പ്ലാവാണ്. പിന്നെ ഇവിടെ ഈ വീട്ടിൽ ആരുമില്ല. ഇവിടുത്തെ വീട്ടിൽ ഒരു ചാമ്പ മരമുണ്ട്. ആരുമില്ലാത്തതുകൊണ്ട് ഞങ്ങളൊക്കെ അവിടെ ചാമ്പങ്ങയൊക്കെ പറിക്കാൻ വേണ്ടിയൊക്കെ പോവാറുണ്ട്. കട്ട് പറിച്ച് തിന്നും. പിന്നെ ഇത് കട്ടക്കളവാട്ടോ, സിമെന്റിൻ്റെ ഒക്കെ. ഞങ്ങളുടെ സ്ഥലത്തിൻ്റെ പേരാണ് കാണിച്ചു തരാട്ടോ. വരുന്ന റോക്ക് വില്ല. നമ്മുടെ ഒരു സിനിമയുടെ പേര് പോലെയല്ലേ റോക്ക് വില്ല. അങ്ങനെ ഞങ്ങൾ വില്ലോട്ട് കയറി പോവാട്ടോ. റോഡ് ഭയങ്കര മോശമാട്ടോ. ഇപ്പം മഴയൊക്കെ വന്നതുകൊണ്ട് ഭയങ്കര കട്ടറും കാര്യങ്ങളാണ്. മണ്ണെല്ലാം ഒലിഞ്ഞു പോയി, പാറയെല്ലാം പൊന്തി നിൽപ്പുണ്ട്. പിന്നെ ഞങ്ങളുടെ സ്ഥലത്തിന് പേര് കേട്ടിട്ടുണ്ടോ? റോക്ക് വില്ല. ഏതാ നിങ്ങൾക്ക് എന്തോ തോന്നുന്നത്? എനിക്കാണെങ്കിൽ ഒരു സിനിമ ഓർമ്മ വരുവേ. എന്തുവാ സിനിമയുടെ പേര് ഇപ്പം പറഞ്ഞു? KGF സിനിമ. ഇതാട്ടോ സൂര്യയുടെ വീടത്. ഇനി എൻ്റെ വീടെത്താനായി കേട്ടോ. നടന്ന് വരണമെന്ന് വിചാരിച്ചതാ, പക്ഷെ പറ്റിയില്ല. ഞങ്ങളുടെ വീട്ടിൽ വന്നു. ഞാൻ കാണിച്ചിരാം. വീടെല്ലാം പോയി, പക്ഷെ എന്നാലും കാണിച്ചിരുന്നു കേട്ടോ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇത് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട് വശം എല്ലാം പോയി കേട്ടോ. പെയിൻ്റൊക്കെ അടിക്കണം. ഞാനാണൊരു സാധനമൊക്കെ വാങ്ങാനൊരു പ്ലാനൊക്കെ ഇടുന്നുണ്ട്. ഇത് എൻ്റെ പപ്പ എവിടെയുണ്ട്. പിന്നെ ഇത് കണ്ടോ ഗായ്സ്, എന്തിയാ സാധനം ഇവിടെ ഉണ്ട്. എന്തിയാ അത് വിട്ടിൽ? ആ വിട്ടിൽ എന്തിയേ? കണ്ടോ, ഗ്ലാസിൻ്റെ പൊക്കത്തൊരു വിട്ടില്. പച്ച വിട്ടില് കണ്ടോ? കാണാൻ പറ്റുമോന്ന് എന്ന് പറഞ്ഞിട്ടില്ല. അതെ എൻ്റെ പപ്പായി ഉറക്കം വരുന്നെന്ന് തോന്നുന്നു ഗായ്സ്. അതേ കണ്ടോ, ഇതെല്ലാം പോയി കേട്ടോ. ഇവിടുത്തെ ചൂടിൻ്റെ ആയതുകൊണ്ട് പെയിന്റ് അടിച്ചതിൻ്റെ എല്ലാം പോയി. ഇവിടെ എല്ലാ വീട്ടിലും അത് തന്നെയാണ് കേട്ടോ. പിന്നെ ആ വീട്ടില് പഠന റൂമാട്ടോ. അതെ ഇവിടുത്തെ പകുതി മുക്കാലും വീട്ടിൽ ഇതാ അവസ്ഥ. ചൂടിൻ്റെയാന്ന് തോന്നുന്നു, ചൂടിൻ്റെയാ. പിന്നെ പെയിൻ്റൊക്കെ ഇനി വാങ്ങി സെറ്റാക്കണം. അങ്ങനെ ഗായ്സ് ഇത്രേ ഉള്ളൂ വീഡിയോ. ഞങ്ങൾ വീട്ടിലോട്ട് കയറാൻ വേണ്ടി പോവാട്ടോ. ഇനി ആലപ്പുഴയ്ക്ക് പോകണം. ചേട്ടാ പിള്ളേരാണെങ്കിൽ ഇറങ്ങി. അയ്യോ പപ്പയാണെങ്കിൽ പുറകെ നിൽപ്പുണ്ടേ. ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാനും കമൻറ്റ് അടിക്കാനും മറക്കില്ല കേട്ടോ. എന്നപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇങ്ങനെ എൻ്റെ വീട്ടിൽ വന്ന് ഞാൻ ഇറങ്ങട്ടെ. സ്വന്തം വീട്ടിൽ വരുമ്പോൾ സന്തോഷം. അങ്ങനെ
ബൈ. ഇത്രേ ഉള്ളൂ. ഇനി ലഗേജ് ഒക്കെ എടുത്ത് വെക്കണം. പുറയിൽ ഇരിപ്പുണ്ട്. ഡിക്കി തുറന്ന് തന്നിട്ടുണ്ട്. ബാഗ് ഇട്ടു. പിന്നെ കുറച്ച് സാധനം ഉണ്ട്. ഇതിനകത്ത് മൂത്തിരിങ്ങ കേട്ടോ. അങ്ങനെ ബാഗ് ഇനി നേരെ കയറും അതിലോട്ട്. അപ്പം ഓക്കെ ബൈ.